താൻ നിരപരാധിയാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ നശിച്ച ലോകത്തു നിന്നും ദീപക് മടങ്ങി. ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത മടക്കം. എത്ര നിസാരമായാണ് ഒരു പാവം യുവാവിന്റെ ജീവൻ നഷ്ടമായത്. സോഷ്യൽ മീഡിയ എന്ന ഇരുതല മൂർച്ചയുള്ള ആയുധം ഒരു മനുഷ്യന്റെ ജീവിതം തകർത്ത കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചത്. തന്റെ ജന്മദിനത്തിന്റെ പിറ്റേ ദിവസം തന്നെ അപമാനഭാരത്താൽ അയാൾക്ക് ജീവൻ വെടിയേണ്ടി വന്നു. വൃദ്ധരായ മാതാപിതാക്കളുടെ ഏക മകനായിരുന്നു ദീപക്. ആകെയുണ്ടായിരുന്ന പൊന്നുമോൻ മുന്നിൽ മരണപ്പെട്ട് കിടക്കുന്നത് എന്തിനാണെന്ന് പോലും അറിയാതെയാണ് രണ്ടുപേരും അവിടെ വിതുമ്പിക്കരയുന്നത്. എന്റെ മുത്തില്ലാതെ ഈ അമ്മയ്ക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് എന്റെ വാവയ്ക്ക് അറിയില്ലേ? എന്തിനാ വാവേ ഇത് ചെയ്തത്? എന്റെ കുട്ടിയുടെ മുഖമൊക്കെ ആകെ മാറിപ്പോയല്ലോ. എന്തിനാ വാവേ ഇത് ചെയ്തത് എന്ന് പറഞ്ഞ മകന്റെ ശരീരത്തിന് മുന്നിൽ ഇരുന്ന് വാവിട്ട് കരയുകയാണ് ആ അമ്മ. ആകെ ഒരു മകനല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ പിതാവ് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഹൃദയം തകർന്ന് വിങ്ങി പൊട്ടിക്കരയുകയായിരുന്നു. ഒന്നിനും പോകാത്തവനാണ്. അതാണ് ഇങ്ങനെ കേട്ടപ്പോൾ അവൻ അത്രയും സഹിക്കാൻ പറ്റാത്തതെന്നും എന്റെ കുട്ടിക്ക് സംഭവിച്ചതുപോലെ ഇനി ആർക്കും സംഭവിക്കരുതെന്നും പിതാവ് പ്രതികരിച്ചു. വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും എല്ലാം പ്രിയപ്പെട്ട ചീക്കു എന്ന് വിളിക്കുന്ന ദീപക് ഇനിയില്ല എന്ന് അവർക്കാർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താവശ്യത്തിനും സഹായത്തിനായി ഓടിയെത്തുന്ന ആളായിരുന്നു ദീപക്. ആ യുവതി നടത്തിയത് തികച്ചും വസ്തുതാവിരുദ്ധമായ ആരോപണമാണെന്നും ഇതേ തുടർന്ന് ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ആരോപിക്കുന്നു. യുവതിയുടെ രണ്ടാമത്തെ വിശദീകരണ വീഡിയോ കൂടി വന്നതോടെ ദീപക് വല്ലാതെ അസ്വസ്ഥനായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. തുടർന്ന് രാത്രി കിടപ്പറയിലേക്ക് പോയ ദീപക് രാവിലെ എഴുന്നേറ്റില്ല. വിളിച്ചിട്ട് എഴുന്നേൽക്കാതെ വന്നതോടെ വീട്ടുകാർ അയൽവാസികളുടെ സഹായത്തോടെ വാതിൽ പൊളിച്ചു നോക്കിയപ്പോഴാണ് തൂങ്ങി നിൽക്കുന്ന ദീപകിനെ കാണുന്നത്. ദീപകിനെ കുറിച്ച് നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും കൂടെ ജോലി ചെയ്യുന്നവർക്കും എല്ലാം നല്ലതു മാത്രമാണ് പറയാനുണ്ടായിരുന്നത്. എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത് ദീപക് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ്. ദീപകിന് നീതി കിട്ടാനായി ഏതറ്റം വരെയും പോകുമെന്നും കുടുംബവും സുഹൃത്തുക്കളും വ്യക്തമാക്കുന്നു. ആ പാവം മാതാപിതാക്കളുടെ കണ്ണീരിന് ആര് സമാധാനം പറയും? ചെയ്യാത്ത തെറ്റിന് ക്രൂശിക്കപ്പെട്ട് അപമാനഭാരം താങ്ങാൻ വയ്യാതെയാണ് ആ ചെറുപ്പക്കാരൻ ജീവൻ വെടിയുന്നത്. താൻ മോശക്കാരനായി ചിത്രീകരിക്കപ്പെട്ടപ്പോൾ ഒരു നിമിഷത്തെ വീഡിയോ കൊണ്ട് തകർത്തെറിയപ്പെട്ടത് 41 വർഷത്തെ ആത്മാഭിമാനത്തോടെയുള്ള ജീവിതമായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ണൂരിലേക്കുള്ള യാത്രയിലാണ് തിരക്കുള്ള ബസ്സിൽ വെച്ച് ദീപക് അപമര്യാദയായി പെരുമാറിയെന്ന് കാണിച്ച് യുവതി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നതിനായി യുവതി മനഃപൂർവ്വം മുന്നോട്ട് വന്ന് ദീപകിനെ സ്പർശിക്കുകയായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. കണ്ണൂരിലെ ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ സെയിൽസ് മാനേജറായിരുന്നു ദീപക്. ജോലി സംബന്ധമായ ആവശ്യത്തിന് പോകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. യുവാവിന്റെ മരണശേഷവും യുവതി പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. അയാൾ മുട്ടിയുരുമി നിൽക്കുകയായിരുന്നുവെന്നും പലപ്പോഴായി ആവർത്തിച്ചതിനാലാണ് ആ വീഡിയോ എടുത്തത് എന്നുമൊക്കെയായിരുന്നു യുവതിയുടെ ന്യായീകരണം. കൂടാതെ അയാളുടെ മരണവിവരം അറിഞ്ഞതിൽ സങ്കടമുണ്ട് എന്നും യുവതി പറയുന്നു. ഇനിയൊരു പക്ഷേ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു നിയമ സംവിധാനം നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. നിയമത്തിന്റെ സംരക്ഷണം സ്ത്രീകൾക്ക് മാത്രം അവകാശമുള്ളതല്ല, ഓരോ മനുഷ്യനും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. അയാൾ തെറ്റുകാരനാണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ നിയമ സംവിധാനമാണ്. അല്ലാതെ അയാളെ സോഷ്യൽ മീഡിയയ്ക്ക് പിച്ച് ചെയ്താൻ ഇട്ടുകൊടുക്കുകയല്ല വേണ്ടിയിരുന്നത്. ഇവിടെ ആൾക്കൂട്ട വിചാരണയിലൂടെ ഒരു മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശമാണ് ഇല്ലാതായത്.